എൻ്റെ പേര് കണ്ണൻ. പന്തളം സ്വദേശിയാണ്. പന്തളം പത്തനംതിട്ട ജില്ലയിലാണ്. പന്തളം അയ്യപ്പൻ കോവിൽ, അയ്യപ്പന്റെ അമ്പലത്തിനടുത്താണ് വീട്. പന്തളം കൊട്ടാരം അറിയായിരിക്കും എല്ലാവർക്കും. അപ്പം അതിനടുത്താണ് വീട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിയ ലീഡേഴ്സ് ആയിട്ടുള്ള അനൂപ് സാറും അനീഷ് സാറുമാണ്. അവർ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ ആയിരുന്നു. പഠിച്ചത് ആ മേഖലയൊന്നും അല്ല. ഗൾഫിൽ പോയപ്പോൾ അവിടെ വെച്ചത് പഠിക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ അതൊരു പ്രൊഫഷനായി തിരഞ്ഞെടുത്തു. നാട്ടിൽ വന്നു. ഏകദേശം 10 വർഷക്കാലം അവിടെ ജോലി എടുത്തിട്ടുണ്ട്. ഗൾഫിൽ ജോലി എടുത്തിട്ടുണ്ട്. നാട്ടിൽ വന്നിങ്ങനെ ജോലി എടുക്കുന്ന സമയത്ത് അനൂപ് സാർ ഒരിക്കലും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി, കൊള്ളാമെന്ന് തോന്നി. വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു, കണ്ണാ ഇതൊരു ബിസിനസ് ആണ്, ചെയ്തു നോക്കാന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ നിരാകരിച്ചു, എതിർത്തു. കാരണം അങ്ങനെയാണല്ലോ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ഒരാളും ആദ്യം ഇതിനെ അംഗീകരിക്കില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് അതിന് സമ്മതിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് ഒരു പുതിയ ജെന്യുവിനായ മേഖല വരുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ അംഗീകരിക്കാൻ നമ്മുടെ മൈൻഡ് ഒരിക്കലും തയ്യാറാവില്ല. ഒരു പുതിയ കൺസെപ്റ്റ്, പുതിയ ആശയം വന്നാൽ നമ്മുടെ കേരളീയർ അല്ലെങ്കിൽ ഭാരതീയർ അതിനെ വേഗത്തിൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് വിൽപ്പനയുള്ള ഒരു മേഖലയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോളിയം കൊണ്ടുപോകുന്ന, ടേൺ ഓവർ ഉണ്ടാക്കുന്ന 2 കമ്പനികളുണ്ട്. ഒന്ന് ആമസോൺ, 2 ഫ്ലിപ്കാർട്ട്. 2 കമ്പനികളും ഇന്ത്യൻ കമ്പനികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ഫ്ലിപ്കാർട്ട് നയിക്കുന്നത് വാൾമാർട്ട് ആണ്. വാൾമാർട്ട് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് ഫീമനാണ്. രണ്ടാമത്തത് ആമസോൺ നടത്തുന്നത് ജെഫ് ബിസോസ് ആണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഉള്ള വലിയ കോടീശ്വരനാണ്. ഇത് രണ്ടും അമേരിക്കൻ കമ്പനി കൂടിയാണ്. നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ആ രംഗത്തേക്ക് കടന്നു വന്നത് ഈ അടുത്ത സമയത്താണ്. റിലയൻസും ടാറ്റയും ഒക്കെ കടന്നു വന്നത് അടുത്ത സമയത്താണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ കൺസെപ്റ്റ് അംഗീകരിക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല. ഞാനും ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനെ ഒരു വരുമാന മാർഗമായി കാണുവാനോ, ഇതെന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇൻഡസ്ട്രിയെ കാണാൻ ഒന്നും സാധിച്ചിട്ടില്ല. ഇന്നിപ്പോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പുതിയൊരാൾ ചിന്തിക്കുകയാണ്, ഈ ബിസിനസ് എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ 90% സംശയവും 10% തന്നെ വിളിച്ച ആളിനോടുള്ള വിശ്വാസം കൊണ്ട്, തന്നെ പരിചയപ്പെടുത്തിയ ആളിന് വിശ്വാസം കൊണ്ട് തുടങ്ങി വെച്ച് ചെയ്ത് നോക്കുമായിരിക്കാം. പരിപൂർണമായ വിശ്വാസം കൊണ്ട് ഈ ബിസിനസ് അവസരം ചെയ്യുകയായിരിക്കില്ല. ശരിയാണോ അല്ലയോ? ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഈ ബിസിനസ്സിലൂടെ തന്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നേടാൻ പറ്റുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ട്, എനിക്ക് ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്ത ആളാണ്. പിന്നെ അനൂപ് സാറിന്റെ അനീഷ് സാറിന്റെ നിർബന്ധം സഹിക്കുക വയ്യാതെ ഏകദേശം ഒരു 10-17 ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിപ്പോ ഇതൊക്കെ ചെയ്തു തുടങ്ങി ഒരു 4 മാസം കഴിഞ്ഞ് ഈ ബിസിനസ് അവസരം ഒരു ഫുൾ ടൈം കരിയറായി എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ ആ മേഖലയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവും. പഠനം അത്യാവശ്യമാണ്. അതൊരു എൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ, എനിക്ക് എന്താ അറിയില്ല, അത് പണ്ടുതൊട്ടേ അങ്ങനെയാണ്. എനിക്ക് എന്റെ മനസ്സിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാറുള്ളൂ. എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ബോധ്യപ്പെടണം. അതൊരു ശീലം, ചിലർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പൊ ഞാൻ അങ്ങനെ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? എന്താണ് ഇതിന്റെ സാധ്യത? ഇത് ലോകത്ത് നടക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡ് സെറ്റില് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു റിസൾട്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ വിശ്വാസം ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു. അതിന്റെ കാരണം, ഡയറക്ട് സെല്ലിംഗ് ലോകത്തിൽ, ഇന്ത്യയിലില്ല, ലോകത്തിൽ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരെ വലിയ സമ്പന്നന്മാരാക്കാൻ, ചെറിയ സമ്പത്തല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പത്തല്ല, വർഷം 100 കോടി മുതൽ 3000 കോടി വരെ ലാഭമുണ്ടാക്കാൻ, നേട്ടമുണ്ടാക്കുവാൻ ഈ ഇൻഡസ്ട്രിയിലൂടെ സാധിക്കുന്ന ധാരാളം ആൾക്കാർ ലോകത്തുണ്ട്. നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിൽ ഇന്ന് ഈ ബിസിനസ് ഇൻഡസ്ട്രിയിൽ വെറും 25,000 കോടി ടേൺ ഓവറേ ഉള്ളൂ വർഷം, പെർ ഇയർ. ഒരു 2 ലക്ഷം കോടി
ടേൺ ഓവർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയാൽ, ഇന്ത്യയിൽ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുന്ന കാര്യം. വെറും 25,000 കോടി ടേൺ ഓവറിൽ ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയില്ല. എനിക്ക് പ്രത്യേകിച്ച് എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള അനീഷ് ബാബു സാറിന്റെയൊക്കെ ഇൻകം അറിയാം, വരുമാനം അറിയാം. മിനിമം 30 lakh എബവ് ആണ് പെർ മന്ത്. ഒരു മാസം 30 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് അവരുടെ ഒരു മാസം വരുമാനം. ഒരു മാസം 30 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എന്തുമായിരിക്കും? ഒരു സംശയം വേണ്ട. അവർക്ക് വലിയ വീട് കാണും, വലിയ കാർ ഉണ്ടാവും, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അനിൽ സാറിന് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ 25,000 കോടിയിൽ വെറും 25,000 കോടിയിൽ നമ്മുടെ നാട്ടിൽ 30 ലക്ഷം വരുമാനം സമ്പാദിക്കുന്ന മൈ ലൈഫ് സ്റ്റൈലിലൂടെ ധാരാളം ആൾക്കാർ ഉണ്ടായാൽ, ഒരു കമ്പനി മാത്രമാണ് മൈ ലൈഫ് സ്റ്റൈൽ, ധാരാളം കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 1 ലക്ഷം കോടി ടേൺ ഓവറിലേക്ക് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് എത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം? ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഇപ്പൊ പറഞ്ഞ റീന മാഡം ഒരു 10 കോടി ബിസിനസ് വോളിയം നമ്മുടെ കമ്പനിക്കകത്ത് ഒരു വർഷം അച്ചീവ് ചെയ്താൽ 1 കോടി 20 ലക്ഷം രൂപ ടാക്സ് കിഴിച്ച്, ഇൻകം ടാക്സ് കിഴിച്ച് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് യാഥാർത്ഥ്യം, നടക്കാൻ പോകുന്ന കാര്യമാണ്. നാട്ടിൽ പലരും പറയും ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ അങ്ങനെയാവും ഇങ്ങനെയാവും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് വളരും. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു ആശയം ആദ്യമായി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ജെന്യുവൻ ആശയമാണ്, ഒരിക്കലും തട്ടിപ്പ് കമ്പനികളെ കുറിച്ച് പറയുന്നതല്ല. ഡയറക്ട് സെല്ലിംഗ് ഒരു ആശയമാണ്. ഇത് 4th ജനറേഷൻ ബിസിനസ് ആണ്, 4ാം തലമുറയിലെ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ്. അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആള് തന്നെ വിൽപ്പനക്കാരനാവും. ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആള് തന്നെ വിൽപ്പനക്കാരനാവും. അതാണ് കൺസെപ്റ്റ്. അപ്പം ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കിതിന്റെ സാധ്യത, ഇന്ത്യയിൽ സാധ്യത, അതായത് ഇന്ത്യയിൽ ഈ ബിസിനസ് 2019-18 കാലത്ത് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന്. പക്ഷെ ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതിന് വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവുള്ള രാജ്യം കൂടി ഇന്ത്യയാണ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന ശീലമുള്ള ആൾക്കാരാണ്. ഇനിയും ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളൊന്നും ഇന്ത്യക്കാർ ഉണ്ടാക്കുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം. ചൈന ഒരു വർഷം ഇന്ത്യയിൽ നിന്നും 50 ലക്ഷം കോടി രൂപ വരവിലൂടെ നേടുന്നുണ്ട്. 50 ലക്ഷം കോടിയാണ്. നമുക്ക് ചൈന ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. എന്നോട് ചൈനയെ നമുക്ക് എതിർപ്പ് കാണും, പക്ഷെ അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമുക്ക് ആവശ്യമുള്ള പേസ്റ്റ്, നമുക്ക് ആവശ്യമുള്ള സോപ്പ് ഒന്നും ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന റീറ്റെയിലിലൂടെ വിറ്റുപോകുന്ന പ്രത്യേകിച്ച് FMCG, പേസ്റ്റ്, സോപ്പ്, ഷാമ്പു പോലെയുള്ള ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നതിന്റെ 80% വിൽക്കുന്ന കമ്പനികൾ വിദേശ കമ്പനികളാണ്. അത് പ്രോസ്റ്റർ ആൻഡ് ഗ്യാമ്പിൾ ഉണ്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട്. ഇത് ബിസിനസ് രംഗത്ത് നിൽക്കുന്നത് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിൽപ്പനയൊക്കെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നാൽ ഇന്ത്യ ആയിരിക്കും ലോകത്തിൽ ഡയറക്ട് സെല്ലിംഗിലൂടെ വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത് രാജ്യമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴല്ല, 2025 അതിന്റെ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആദ്യ സമയത്ത് ഞാൻ തുടങ്ങിയ സമയത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇന്ത്യ ആയിരിക്കും ലോകത്ത് ഡയറക്ട് സെല്ലിംഗിലൂടെ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടാകുന്ന രാജ്യം. കാര്യം ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും ജനസംഖ്യ ഉള്ളത്. ഒരു മാസം പേസ്റ്റ് എത്ര രൂപയ്ക്ക് വേണ്ടി വരും? ഒരു കണക്ക് പറയുകയാണ്, ഉദാഹരണം പറയാം. ഇന്ത്യയിൽ മൊത്തം കൂടെ 30 കോടി ജനങ്ങൾ മാസം 30 കോടി കുടുംബങ്ങളുണ്ടെന്ന് വിചാരിച്ചു. ഈ 30 കോടി കുടുംബങ്ങൾ 100 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഒരു മാസം 3000 കോടി രൂപയുടെ പേസ്റ്റ് വേണ്ടി വരും. 3000 കോടി രൂപയുടെ പേസ്റ്റ് ഇപ്പൊ വിൽക്കുന്ന കമ്പനി ഏതൊക്കെയായിരിക്കും? നമുക്ക് വിരലെണ്ണാവുന്നേ ഉള്ളൂ. ഉദാഹരണം പറയാം, കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സറന്റ്, KP നമ്പൂതിരി, ഡാബർ, ഇങ്ങനെ 10-15 കമ്പനികളേ ഉള്ളൂ. ഈ കമ്പനികളാണ് ഈ 3000 കോടിയുടെ പേസ്റ്റിന് മിനിമം കണക്ക് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5000 കോടിക്ക് മുകളിൽ ടേൺ ഓവർ പേസ്റ്റിന് മാത്രം ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നു. ഈ 3000 കോടി പേസ്റ്റ് വിൽക്കുന്ന കമ്പനികൾ വിരലെണ്ണാത്ത കമ്പനികളേ ഉള്ളൂ. ഈ കമ്പനികളിൽ ഒരു 1800 കോടിയും പ്രോഫിറ്റ് ആണ്. ഇത് ആരിലേക്ക് പോവുകയാണ്? ഇവിടുത്തെ കച്ചവടക്കാരിലേക്ക്, പരസ്യക്കാരിലേക്ക്, കമ്പനികളിലേക്ക് പോവുകയാണ്. വർഷം അപ്പൊ എത്രയായി? 13-36 36,000 കോടിയുടെ പേസ്റ്റ് വർഷം ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നുണ്ട്. മിനിമം പറഞ്ഞതാണ്, മാക്സിമം പറഞ്ഞതല്ല. നിങ്ങൾ പഠിച്ചോളൂ. അതില് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 18,000-20,000 കോടി പ്രോഫിറ്റ് ആണ്. ഇത് പോകുന്ന കോർപ്പറേറ്റ് കമ്പനികളിലേക്കാണ്. എങ്കിൽ ഈ പേസ്റ്റിൽ ഒരു 10%, ഈ 3000 കോടിയിൽ ഒരു 300 കോടിയുടെ പേസ്റ്റ്
മാസം ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിലൂടെ വിൽക്കപ്പെടുകയാണെങ്കിൽ അതിൽ 200 കോടിയും പ്രോഫിറ്റ് ആയിട്ട് ആർക്ക് കിട്ടും? ആർക്ക് ലഭിക്കും? പറയൂ. നമുക്ക് ലഭിക്കും, ഉറപ്പാണല്ലോ. ഇപ്പൊ നമ്മുടെ കമ്പനി പേസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് വിറ്റ് പോകുന്നുണ്ടല്ലോ, കോഴിക്കോട് ആൾക്കാർ വാങ്ങിച്ചുപയോഗിക്കുന്നുണ്ടല്ലോ. സെയിൽസ് ഉണ്ടോ ഇല്ലയോ? ഒരു മാസം നമ്മുടെ പേസ്റ്റ് കിട്ടാതിരിക്കട്ടെ, അപ്പൊ കാണാം, പ്രശ്നം ഉണ്ടാവില്ലോ കാര്യം. കസ്റ്റമർ നമ്മളെ വിളിച്ച് ചൂടാവും. നിങ്ങൾ പേസ്റ്റ് തരാത്തത്, നിങ്ങൾ അങ്ങനെ പറ്റിക്കേണ്ടത്, ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണോ, ഇത് പതിവായി തരേണ്ടതല്ലേ, പറയും, ഉറപ്പായിട്ടും പറയും. അപ്പം വോളിയം ഉണ്ടാകാൻ പോവുകയാണ്. പറഞ്ഞു വന്നത്, ആ രീതിയിൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂടുകയും മിനിമം 1,00,000 കോടിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ബിസിനസ്സിലൂടെ ഇന്ത്യയിലെ 1,60,00,000 കുടുംബങ്ങൾ, 1,80,00,000 കുടുംബങ്ങൾ, അത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക പത്രമായിട്ടുള്ള പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അവർ എഴുതി ചേർത്ത കാര്യമാണ്, 2018 എഴുതി ചേർത്ത കാര്യമാണ്. 1,80,00,000 കുടുംബങ്ങൾ ഈ ബിസിനസ്സിലൂടെ വരുമാനം സമ്പാദിച്ച് വലിയ ജീവിതം ഉണ്ടാക്കും. ചെറിയ വരുമാനമല്ല. നമ്മൾ ഓർക്കണം, ഈ ഇൻഡസ്ട്രിയിലൂടെ ഇന്ത്യ എന്ന രാജ്യത്ത് വലിയ സാമ്പത്തിക വിപ്ലവം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിലെ ഈ ബിസിനസിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചിറങ്ങിയ പല ആൾക്കാരും വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്റെ ജോലി വിട്ടു. 4 മാസം എടുത്തുള്ളൂ. ജോലി വിട്ടു, ഫുൾ ടൈം ചെയ്തു തുടങ്ങി. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 17 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ ബെല്ലി സാറിന്റെ കൂടെയാണ്. കോഴിക്കോട് നമ്മുടെ ഗർജിക്കുന്ന സിംഹം, മലബാറിന്റെ സിംഹം ബെല്ലി സാറിന്റെ കൂടെയാണ് ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലുള്ള NDC ആണ് ഞാൻ. അപ്പം വലിയ വരുമാനം, അതായത് ഈ ഇൻഡസ്ട്രിയിലൂടെ വലിയ വരുമാനം കിട്ടുന്ന മനസ്സിലാക്കി ഞാൻ ജോലി ഉപേക്ഷിച്ചു. അത് നമ്മുടെ ബോധ്യമാണല്ലോ. ഇനി ഒരിക്കലും വേറൊരു മേഖല എന്റെ ജീവിതത്തിൽ ഇനി ഇല്ല. അതായത് വീണ്ടും ഒന്നുകൂടി അമ്മയുടെ വയറ്റിൽ പിറന്ന് വീണ് വീണ്ടും SLC എഴുതി +2 കഴിഞ്ഞ് സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതി ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥനോ IRS ഉദ്യോഗസ്ഥനോ ഒക്കെ എന്താ ഒരു ഉദ്യോഗസ്ഥനാകാൻ സാധിക്കും എനിക്ക് വിശ്വാസമില്ല. ഇനി ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. അത് കൂടാതെ എന്റെ ജീവിതത്തിൽ ഇതുപോലെ വരുമാനം കിട്ടാൻ പറ്റുന്ന വേറൊരു മേഖല, ഒരാഴ്ചയിൽ 2,10,000, ഒരു മാസം 8,40,000, ഒരു വർഷം 1,09,00,000 രൂപ എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു, ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്തു. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്ത സമയത്ത് ഈ ബിസിനസ്സിലൂടെ ഒരാൾ ചെയ്തുള്ള നേട്ടങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു. ഒന്നാമത്തെ നേട്ടമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമുക്ക് എല്ലാവർക്കും ഇത് ട്രെയിനിങ്ങിൽ പറയുന്ന കാര്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം. 2, നമ്മൾ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. 3, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം, വ്യക്തിത്വ വികാസം ഉണ്ടാക്കാം. അങ്ങനെ ധാരാളം നേട്ടങ്ങൾ ഇതിനകത്തുണ്ട്. ഒരാൾ ഇറങ്ങി ഉണ്ടാക്കാൻ പറ്റും. അതൊരു വീട്ടമ്മ ആയിക്കോട്ടെ, ചെറുപ്പക്കാരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ഈ ബിസിനസ്സിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ, വീട്, കടം വീട്ടുക, വസ്തു വാങ്ങിക്കുക, വീട് വെക്കുക, കാർ വാങ്ങിക്കുക, അതൊക്കെ ഈസിയായ കാര്യങ്ങളാണ്. ഞാനും അങ്ങനെ നേട്ടം ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ബിസിനസ് അവസരം ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടാവും. എന്താണ് പർപ്പസ്? ഡ്രീം അല്ല പർപ്പസ്. ഡ്രീമും പർപ്പസും വ്യത്യാസമുണ്ട്. ലോകത്തിൽ പർപ്പസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നമ്മൾക്ക് വിരലിലെണ്ണാൻ പറ്റും. പർപ്പസ് പൂർത്തീകരിച്ചത് അവരുടെ എണ്ണം നോക്കിയാൽ വിരലിലെണ്ണാൻ പറ്റും. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. നമ്മൾ എന്തിനു ജനിക്കപ്പെട്ടു? നമ്മൾ എന്തിനു ജനിക്കപ്പെട്ടു നമ്മോട് ചോദിച്ചാൽ എന്താ ഉത്തരം? സാറേ, വീട്ടിൽ പറഞ്ഞേക്കുന്നത് നന്നായിട്ട് പഠിക്കണം, പണ്ടുള്ള കാലത്തിലാണ്, എന്തെങ്കിലും ജോലി വാങ്ങണം, കുടുംബം ഉണ്ടാക്കണം, അവരെ നോക്കണം, പേരക്കുട്ടികൾ നോക്കണം, ആ ഒടുവിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കി മരണപ്പെട്ടു പോകണം. അതാണോ ലൈഫിന്റെ പർപ്പസ്? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മള് മഹാത്മാഗാന്ധിജിയോട് ചോദിക്കുകയാണ്, സാർ എന്താണ് താങ്കളുടെ ജീവിതത്തിന്റെ പർപ്പസ്? എന്തുത്തരം വരും? ഉത്തരം വരുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് അഹിംസ എന്ന തത്വത്തിലൂടെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തണം. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ മരണം വരെ ഞാൻ കാത്തുസൂക്ഷിക്കും. ഞാൻ അതിനുവേണ്ടി എന്തുപേക്ഷിക്കും? അതാണ് മഹാത്മാഗാന്ധിജി. അതേ ചോദ്യം നമ്മൾ മദർ തെരേസയോട് ചോദിച്ചാൽ പറയും, ലോകത്തിലെ സാധാരണപ്പെട്ട
ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരെ എന്റെ സുഖങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെച്ച് അവരെ സെർവ് ചെയ്യണം, സേവിക്കണം. അങ്ങനെ നോക്കുവാണെങ്കിൽ പിണറായി വിജയൻ സാറിനോടും കെ കരുണാകരനോടും ബാക്കിയുള്ള ഇന്ന് ലോകത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ രാഷ്ട്രീയക്കാരല്ല കേട്ടോ, ഉദാഹരണം പറഞ്ഞാണ്, മോദി ഉൾപ്പെടെ ചോദിച്ചാൽ അവരെന്തും പറയും. അവരുടെ ലൈഫിന് വ്യക്തമായ പർപ്പസ് ഉണ്ട്. ശരിയാണോ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിന് എന്ത് പർപ്പസ് ആവണം? എന്താണ് ജീവിതോദ്ദേശം? നമ്മുടെ ഉദ്ദേശം? ഞാൻ ഈ ബിസിനസ്സിൽ കാണുന്ന ഏറ്റവും മഹത്തരമായ കാര്യം എന്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടായെന്നുള്ളതാണ്. ആ പർപ്പസ് ഇതാണ്: ലൈഫിൽ മറ്റുള്ള ആൾക്കാരെ സഹായിക്കും. അതാ പ്രത്യേകത. മറ്റുള്ളവരെ സഹായിക്കുന്ന പറയുമ്പോൾ നമ്മുടെ നാട്ടിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ വർഗീയപരമായി ഭയങ്കര ചിന്തയുള്ള ആൾക്കാരാണ്. ഈ പരസ്യം കാണിക്കുന്ന, ടി വിയിൽ പരസ്യം കാണിക്കുന്നതിന് ഇങ്ങനെയാണ്: കറുത്ത അമ്മയെ മാറ്റി നിർത്തി വെളുത്ത അമ്മയെ കാണിക്കും. ഏതൊരു സന്തൂർ പരസ്യമുണ്ട്, സന്തൂർ എന്താ അല്ലെ, ഹൈ മമ്മി എന്ന് പറയുന്ന പരസ്യം. അതിൽ തന്നെ വർഗീയതയാണ്. കറുത്ത ആളിനെ മാറ്റി നിർത്തി വെളുത്ത ആളിനെ കാണിക്കുകയാണ്. ജാതിപരമായി, മതപരമായി പല രീതിയിലും നമ്മൾ നമ്മുടെ നാട്ടിൽ വർഗീയ ചിന്തയുള്ള മനുഷ്യനുണ്ട്. പക്ഷേ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ ആ ചിന്ത ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും മഹത്തരമായ കാര്യം. അനീഷ് ബാബു സാർ, അനൂപ് സാറിനെയും അനീഷ് സാറിനെയും ഈ ബിസിനസ് അവസരത്തിൽ ഹെൽപ്പ് ചെയ്ത ആളുടെ പേര് മുബീൻ മുഹമ്മദ്. മുബീൻ മുഹമ്മദ് സാർ അദ്ദേഹത്തിന്റെ ബ്രദറിനെ അല്ല ഈ ബിസിനസ്സിലൂടെ ഹെൽപ്പ് ചെയ്തത്, പകരം അനീഷ് സാറിനെ, അനൂപ് സാറിനെയാണ്. രണ്ടുപേരും മതപരം നോക്കിയാൽ രണ്ട് മതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടെ നിൽക്കുന്ന ആലോചിച്ച് നോക്കി. നമ്മുടെ മനസ്സിൽ പരിപൂർണമായിട്ടും നമ്മൾ മനസ്സ് തുറന്നുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന ഒരാളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അയാളുടെ ജീവിതത്തിൽ മെച്ചം ഉണ്ടാക്കിയെടുക്കുവാൻ, അയാളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ അദമ്യമായി ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബിസിനസ് ബിൽഡപ്പ് ആവുന്നുള്ളൂ. പകരം എന്റെ കൂടെ വന്നേക്കുന്ന ഒരാൾ, അയാൾ ഇന്ന ആളാണ്, ഇന്ന നിറമാണ് അയാൾക്ക്, ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് പണം ഉണ്ടാക്കി ഈ ബിസിനസ്സിൽ ധാരാളം കുടുംബങ്ങളെ സേവിക്കാൻ പറ്റും. ധാരാളം കുടുംബങ്ങളെ, നമ്മൾക്ക് ഒരുപാട് കുടുംബങ്ങൾ സേവിക്കാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവന് പർപ്പസ് ഉണ്ടാക്കിയെടുക്കുവാൻ, ലൈഫിൽ നമ്മളെ സഹായിക്കാൻ പോകുന്ന വലിയ അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. പ്രത്യേകിച്ച് മൈലേഷ്യന്റെ നമ്മുടെ ഈ കമ്പനിയുടെ അവസരം. ആ ഒരു കാരണം കൊണ്ടുകൂടി ഞാൻ ഈ ബിസിനസ് അവസരം ഫുൾ ടൈമായി ട്രൈ ചെയ്തു. കാരണം എന്റെ മുമ്പിൽ ഒരാളെ സഹായിക്കാൻ എനിക്കുണ്ടായ മഹത്തരമായ അവസരം മനസ്സിലാക്കി ഞാൻ ഫുൾ ടൈം ട്രൈ ചെയ്തു. ഇന്ന് ഈ ബിസിനസ്സിലുള്ള 100 കുടുംബങ്ങൾ എന്നോടൊപ്പം ഈ ബിസിനസ് അവസരം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4-5ഓളം RTCമാരുണ്ട്, STCമാരാണ് കൂടുതലുണ്ട്, ZTC ലീഡേഴ്സ് ഉണ്ട്, RTC ലീഡേഴ്സ് ഉണ്ട്, സോറി ലീഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് പോകും. ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും തുടങ്ങിയ ഒരു പുതിയൊരാൾ തുടങ്ങിയാൽ പോലും, അത് പ്രായമുള്ള അമ്മയാണെങ്കിൽ പോലും, ഈ ബിസിനസ് അവസരം ഒട്ടും ചെയ്യാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ കൂടിയും നമ്മുടെ ലീഡേഴ്സിനോട് പറയും അവരെ സഹായിച്ചേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ. ഇപ്പൊ ബെല്ലി സാറ് നമ്മുടെ ടീമിൽ പറയുമോ ഇന്ന ആൾ തുടങ്ങിയിട്ടുണ്ട് അവരെ സഹായിക്കണമെന്ന് പറയും? അങ്ങനെയാണോ റീന മേഡം? അങ്ങനെയാണോ സുജയ് സാറേ? ഒരിക്കലുമല്ല, ഒരിക്കലും പറയില്ല. ലൈഫിൽ പർപ്പസ് ഉണ്ടാക്കാൻ ഈ ബിസിനസ് സഹായിക്കും. ഞാൻ പർപ്പസ് ഉദ്ദേശിച്ചത് പർപ്പസിലേക്ക് എത്തിയിട്ടുള്ളൂ. എന്റെ ലൈഫിൽ എനിക്ക് പർപ്പസ് ഇതാണ്: നമ്മുടെ ബിസിനസ്സിൽ കടന്നു വരുന്ന ആൾക്കാരെയും, ഒപ്പം നമ്മുടെ സമൂഹത്തിൽ നിരാലംബരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, ആശ്രയമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവരെ സഹായിക്കാൻ കൂടിയാണ് ഞാൻ ഈ ബിസിനസ് അവസരം ഇപ്പോൾ ചെയ്യുന്നത്. പണം ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ ലൈഫിൽ പർപ്പസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബിസിനസ്സാണിത്. ഇനിയും എനിക്ക് ഈ മീറ്റിംഗ് പങ്കെടുക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ, അതായത് ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ, സാധാരണ ആൾക്കാരെ പോലെ ജനിച്ചു മരിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് പൂർത്തീകരിക്കാൻ നമ്മളെ, അതിനാവശ്യമായ സപ്പോർട്ട് തരാൻ നമ്മളെ, അതിനാവശ്യമായ പണം ഉണ്ടാക്കാൻ നമ്മളെ, അതിനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ. ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ബിസിനസ്സിലൂടെ നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബന്ധങ്ങൾ ചെറുതല്ല, ഒട്ടും ചെറുതല്ല. ഇപ്പൊ എന്റെ ഒരു അനിൽ സാറിനോടൊക്കെ അനിൽ സാറിനോട് ബിസിനസ് തുടങ്ങിയ ഒരാളാണ് ചാൾസ് സാർ. ചാൾസ് സാറ് ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് ഇപ്പൊ നല്ല അടുപ്പമാണ്. ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്ന് പ്രവാസികൾ അയച്ചുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് ഒരിക്കലും ചാൾസ് സാറിനെ പോലെ ഒരാളെ ബന്ധം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ലൈഫിൽ പർപ്പസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, സാമ്പത്തികം ഉണ്ടാക്കാൻ, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഈ ഇൻഡസ്ട്രി നമ്മളെ സഹായിക്കും. ഈ ബിസിനസ് അവസരം മൈലേഴ്സിന്റെ ഈ ഓപ്പർച്യൂണിറ്റി, ഞാൻ കമ്പനിയെ കുറിച്ച് ഒന്നും പറയുന്നത്, കമ്പനിയെ കുറിച്ച് പറയാതിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം കമ്പനിയെ കുറിച്ച് അറിയാം, പ്രോഡക്ട്സ് അറിയാം, പ്ലാൻ എല്ലാം അറിയാം. അത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു അടുത്തൊരു 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ലോകത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനിയാകാൻ പോകുന്നത് നമ്മുടെ കമ്പനിയാണ്, മൈലേഴ്സിലാണ്. അതിന് വേറൊരു മീനിങ് കൂടി, അർത്ഥം കൂടിയുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: ലോകത്തിൽ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം സമ്പാദിക്കാൻ പോകുന്ന കമ്പനി മൈലേഴ്സിലായിരിക്കും. ഇനി കമ്പനിയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. കമ്പനി എത്തിക്സ് ഉള്ള കമ്പനിയാണ്. എന്താണ് എത്തിക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും എന്താ ചെയ്യുന്നത്? കൊക്കക്കോള വിൽക്കുന്ന കമ്പനി എന്താ ചെയ്യുന്നത്? കൊക്കക്കോള വിൽക്കുന്ന കമ്പനി അവർ ചെയ്യുന്നത് എന്താണ്? 30% കാഡ്മിയം കലർത്തിയ കൊക്കക്കോള, നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലെ വെള്ളം എടുത്തുണ്ടാക്കിയ കൊക്കക്കോള, ലിറ്ററിന് 1 രൂപയ്ക്ക് താഴെ നിർമ്മിക്കാൻ പറ്റുന്ന കൊക്കക്കോള, നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന കൊക്കക്കോള, ഇപ്പോൾ മിനിമം ലിറ്ററിന് ഞാൻ ഉപയോഗിക്കാറില്ല, 40 രൂപയ്ക്ക് മുകളിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ കൊണ്ട് 40 രൂപയ്ക്ക് ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിപ്പിച്ച് നമ്മുടെ ബോഡിയെ തകരാറിലാക്കുന്നു. എന്താ മൈലേജ് ചെയ്യുന്നത്? ഇപ്പൊ കോൾഗേറ്റ് പേസ്റ്റ് എന്താ ചെയ്തത്? നമുക്ക് ഉദരരോഗങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ ദഹന സംബന്ധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. തുച്ഛമായ ചിലർ നിർമ്മിക്കുന്ന ഈ പേസ്റ്റ് നമ്മളെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നു. അതില് സിലിക്കയുണ്ട്. സിലിക്ക മീൻസ് കുമ്മായപ്പൊടിയാണ്. പല്ല് പെട്ടെന്ന് വെളുക്കും. വെളുത്താൽ കുഴപ്പം വെച്ചാൽ പല്ല് ഇനാമൽ നഷ്ടപ്പെട്ട് വെളുക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പൊ പുളിപ്പുണ്ടാവും, പല്ലുപുളിപ്പുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? പല്ലുപുളിപ്പ് മാറാൻ വേണ്ടി അടുത്ത പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. ഇതാണ് കോൾഗേറ്റ് ചെയ്യുന്നത്. എന്താ മൈലേജ് ചെയ്യുന്നത്? കൊടുക്കുന്ന തുകയ്ക്ക് അതിനേക്കാൾ മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കും. 190 രൂപയുടെ MRP ഉള്ള, ഇപ്പൊ അതിന്റെ MRP കുറയാൻ പോവുകയാണ്, GST കുറച്ചതുകൊണ്ട് MRP കുറയാൻ വേണ്ടി പോവാണ്. 190 MRP ഉള്ള 150 ഗ്രാം ഹെർബൽ പേസ്റ്റ്, കറുകപ്പട്ടയും ഗ്രാമ്പൂവും വേപ്പും പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് 3ഉം ചേർത്തുണ്ടാക്കിയ ഉൽപ്പന്നമാണ് നമ്മുടെ ഹെർബൽ പേസ്റ്റ്. ഈ പേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരാളിന് 6 പ്രയോജനമുണ്ട്. ഒന്ന്, പല്ലുപുളിപ്പ് ഗ്യാരണ്ടി മാറി കിട്ടും. 95% ഉള്ള 95% പല്ലുപുളിപ്പുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് മാറാൻ സാധ്യതയാണ്, ഗ്യാരണ്ടി മാറി കിട്ടും. 2, മോണരോഗങ്ങൾ, നമ്മുടെ ഊരിൽക്കൂടെ രക്തം വരുന്ന പഴുപ്പ് വരുന്ന പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കും. വായുടെ സ്മെല്ല് മാറാൻ സഹായിക്കും. ഊന്നുറയ്ക്കാൻ സഹായിക്കും. കുട്ടികളുടെ ഉള്ളിൽ പോലും കുഴപ്പമുണ്ടാവില്ല. ഈ രീതിയിലുള്ള വായുടെ സ്മെല്ല് മാറാൻ സഹായിക്കും. ഈ രീതിയിലുള്ള പേസ്റ്റ് നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിമം ഒരു 300 രൂപയ്ക്ക് മുകളിലേക്കെങ്കിലും ഒരു 150 ഗ്രാമിന് MRP കൊടുക്കേണ്ടി വരും. നമ്മുടെ കമ്പനി പേസ്റ്റ് നമുക്ക് തരുന്നത് വെറും 190 രൂപയ്ക്കാണ് MRP. ഇതേ പേസ്റ്റിന്റെ DP പ്രൈസ്, അതായത് നമ്മൾ കിട്ടുന്ന പ്രൈസ് വെറും 140 രൂപ, 143. ഞാൻ പറഞ്ഞു, കൊടുക്കുന്ന തുകയേക്കാൾ മൂല്യ ഉൽപ്പന്നമാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്, ഒരു സംശയം വേണ്ട. ഇനിയും വരുമാനം, ബാക്കി ഞാൻ വെൽനസ് പ്രോഡക്ട്സിലേക്ക് എത്തുന്നില്ല. വെൽനസ് പ്രോഡക്ട്സിന്റെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അതിന്റെ ഉണ്ടാകാൻ പോകുന്ന, അത് ഉപയോഗിച്ചുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതിന് ടേൺ ഓവർ, ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിറ്റുവരവ്, ഇതൊക്കെ നമ്മൾ ഔദ്യോഗികമായി പഠിച്ചാൽ, വളരെ നന്നായി ബ്രീഫായി പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രത്തോളം വലിയ ടേൺ ഓവറാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇനി കമ്പനിയുടെ ഇൻകം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10,000 മാക്സിമം PV കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പാൻ കാർഡും അയാളുടെ ആധാർ കാർഡും അയാളുടെ NEFTയും ഓക്കെ ആണെങ്കിൽ, അപ്ഡേറ്റഡ് ആണെങ്കിൽ, ബുധനാഴ്ചയാവുമ്പോൾ അക്കൗണ്ടിൽ കമ്മീഷൻ വരുമോ ഇല്ലയോ? എന്റെ കമ്മീഷൻ മുടക്കപ്പെട്ടു എന്ന പേരിൽ
മൈ ലൈഫ് സ്റ്റൈലിന്റെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരാതി കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല, അതുണ്ടാകാൻ പോകുന്നുമില്ല. പറയുന്ന ഇൻകം എന്താണോ, അത് പെർഫോമൻസ് ബോണസ് ആയിക്കോട്ടെ, ലോയൽറ്റി ബോണസ് ആയിക്കോട്ടെ, അത് NDC ബോണസ് ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യം പറയുന്ന നിബന്ധന അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ ടൈമിൽ ML തരുന്നുണ്ട്. ജെന്യുവൻ കമ്പനിയാണ്. നീണ്ട 12 വർഷക്കാലം ഇത്രയും ടേൺ ഓവറിനിടയ്ക്ക് എത്ര ലീഡേഴ്സിന് വരുമാനം ഉണ്ടാക്കി കൊടുത്തു. ഇനി പാസീവ് ഇൻകം നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. നമ്മളൊന്നും ഇല്ലാതായാൽ പോലും ഇത് ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ ഇല്ലാതായാൽ പോലും എന്റെ ഫാമിലി സേഫാ, എന്റെ കുടുംബം സേഫാ, എനിക്കൊന്നും നോക്കാനില്ല. ഏകദേശം 2 ഐഡിയിലൂടെ ഒരു 10 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇൻഷുറൻസ് കവറേജ്, ഒരു ID DTC കഴിഞ്ഞിട്ടുണ്ട്, ഒരു ID NDC ആണ്. 10 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇൻഷുറൻസ് കവറേജ്. അതുകൂടാതെ എല്ലാ മാസവും റാങ്ക് ഇൻകം, NDC റാങ്ക് ഇൻകം. അതുകൂടാതെ DTC ID ലോയൽറ്റി ബോണസ്. അതുകൂടാതെ STB എല്ലാ ആഴ്ചയിലും. പിന്നെ എന്ത് വേണം? നമ്മളില്ലതായാലും നമ്മുടെ കുടുംബം സേഫ് ആണല്ലോ. മൈ ലൈഫിൽ കൊടുക്കുന്ന ഉറപ്പതാണ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ, ഞങ്ങൾ നിങ്ങളെ നോക്കിൽ കൊള്ളാം എന്ന് വെറുതെ പറയുന്നതല്ല. അപ്പൊ ഈ കമ്പനിക്കകത്തൊരാളുടെ ഫ്യൂച്ചർ ഉറപ്പാണ്, സംശയമില്ല. അവന്റെ കുടുംബത്തെ അവൻ സമർപ്പിക്കാം. കുടുംബം എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു കുടുംബം, നമ്മുടെ മുഴുവൻ ഫാമിലി നമുക്ക് എന്ത് ചെയ്യാം? മൈലേജിന് സമർപ്പിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ബിസിനസ് അവസരം ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് പറഞ്ഞാൽ ചുരുക്കം കുറച്ച് പോയിന്റ്. അതിൽ ആദ്യം ഉണ്ടാകേണ്ടത്, ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ നേരിട്ട് ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊന്ന്, ഈ ബിസിനസ് അവസരം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമാകാത്തൊരവസ്ഥ. അതിലാദ്യം ഞാൻ ഫേസ് ചെയ്ത 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ചേഞ്ച് ഉണ്ടായെങ്കിൽ മാത്രമേ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം, ലോകത്ത് ഒരു മനുഷ്യനെ വിജയിപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒരേ ഒരു കാര്യം ചേഞ്ച് ആണ്, മാറ്റമാണ്. മാറാൻ തയ്യാറായാൽ നമുക്ക് ലോകത്ത് എന്ത് നേട്ടം ഉണ്ടാക്കാം. മാറാൻ തയ്യാറാവുന്ന ഒരാൾക്ക് ലോകത്ത് എന്ത് നേട്ടം ഉണ്ടാക്കാം. ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയമുള്ള കാര്യം മാറാൻ തയ്യാറാകലാണ്. ഞാനിപ്പോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു വീട്ടമ്മയോട് ചോദിക്കുകയാണ്, മാഡത്തിന് നാളെ മുതൽ ഒരു ഫ്ലൈറ്റ് പറപ്പിക്കാൻ, പൈലറ്റ് ആവാൻ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഞാനില്ലേ, എന്നെ വിളിക്കാൻ വരണ്ട, പറയണ്ട, അതൊന്നും പറയേ വേണ്ട, ഇങ്ങോട്ട് വരുവേണ്ടത് പറഞ്ഞ്, നിങ്ങൾ ഇങ്ങോട്ട് കടക്കു വേണ്ടത് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടും. ഒരു സംശയം വേണം. എന്നാൽ നാട്ടിൽ സ്ത്രീകൾ, വനിതകൾ പൈലറ്റുമാരില്ലേ, ഇഷ്ടംപോലെ പഠിക്കുന്നു. നമ്മളൊന്ന് മാറാൻ തയ്യാറായാൽ ഒരു വീട്ടമ്മയ്ക്ക് ഫ്ലൈറ്റ് പറപ്പിക്കാൻ പറ്റുമില്ലേ? പറ്റാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഡയറക്ഷൻ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ 3 കാര്യം മാറ്റം ഉണ്ടാക്കണം. സമയം ഒരുപാട് പോയിട്ടുണ്ട്, സോറി. എൻ്റെ ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് എടുത്ത് പോയിട്ടുണ്ട്, ക്ഷമിക്കണം. നമുക്ക് പറയാനാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേ പോകേണ്ടി വരും. 3 കാര്യങ്ങൾ മാറ്റമാണ്. ഒന്ന്, ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം. നമ്മളൊരു ബിസിനസ്സുകാരനാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കണം. 2, ബിലീഫാണ്. 3, കമ്മിറ്റ്മെന്റ്. ഈ 3 കാര്യങ്ങളിൽ മാറ്റം കൂടി നമ്മൾ കൊണ്ടാവണം. 3 കാര്യങ്ങൾ. 1, ആറ്റിറ്റ്യൂഡ്, മനോഭാവം. 2, ബിലീഫാണ്, വിശ്വാസം. 3, കമ്മിറ്റ്മെന്റ്, അർപ്പണ മനോഭാവം. ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ലിവിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. നമ്മുടെ അകത്തുനിന്ന് മാറ്റം ഉണ്ടാവണം. എന്താണ് ബിസിനസ്സുകാരന്റെ ആറ്റിറ്റ്യൂഡ്? ബിസിനസ്സുകാരൻ ഒരുപാട് കാര്യങ്ങളുടെ മനോഭാവം ഉണ്ടാകും. ഒന്ന് ഞാൻ പറയാം, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, പഠിക്കാൻ തയ്യാറാകുക. എന്താണ്? കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. നമ്മുടെ നാട്ടിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്കാണോ ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ മാറ്റം അറിയാൻ പറ്റുന്നത്? ഒരു ബിസിനസ്സുകാരനാണോ? ഉത്തരം ഒരു സംശയം വേണ്ട, ബിസിനസ്സുകാരനാണ്.
ജോലി ചെയ്യുന്ന ആളിനേക്കാൾ കൂടുതൽ, പ്രത്യേകിച്ച് സാധാരണ ജോലി ചെയ്യുന്ന ആളിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ മാറ്റം പെട്ടെന്ന് അറിയാൻ പോകേണ്ടത് ആരാണ്? ബിസിനസ്സുകാരൻ. അവൻ പഠിക്കാൻ തയ്യാറാവും, ഒരു സംശയം വേണ്ട. നമ്മളുടെ വലിയ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളെ ചെന്ന് കണ്ട് പരിചയപ്പെട്ടാൽ നമുക്ക് അത്ഭുതം വരും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായിരിക്കും. പക്ഷെ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അയാൾ പണ്ടേ മാറിയിട്ടുണ്ടാവും. പഠിക്കാൻ തയ്യാറാവണം. ട്രെയിനിങ്ങുകളിലും മീറ്റിങ്ങുകളിലും സ്ഥിരമായിട്ട് പങ്കെടുക്കണം. അത് ഒഴിവാക്കാൻ പാടില്ല. എവിടേക്കാണ് ട്രെയിനിങ് ഉള്ളത്, എവിടേക്കാണ് മീറ്റിംഗ് ഉള്ളത്, സ്ഥിരമായിട്ട് പങ്കെടുക്കുക. അപ്പൊ ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഇത് അത്യാവശ്യമാണ്. ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യം നേരിട്ട പ്രശ്നം, എനിക്ക് ഈ ബിസിനസ് അവസരം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ അനീഷ് സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റോളാം, പക്ഷേ ഒരു ടീമൊക്കെ ഉണ്ടാക്കാൻ പാടാണ്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കണ്ണാ, നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയില്ല. അറിയാത്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ വിജയം ഉണ്ടാകുമോ പരാജയം ഉണ്ടാകുമോ? പരാജയം ഉണ്ടാവും. എന്നോട് പറഞ്ഞു, ട്രെയിനിങ്ങിൽ പങ്കെടുക്കൂ, സ്ഥിരമായിട്ട് പങ്കെടുക്കൂ, ഞങ്ങൾ കൂടെ നിൽക്കാം, ഹെൽപ്പ് ചെയ്യാം, വെല്ലി സാർ സഹായിക്കും. വെല്ലി സാർ പത്തനംതിട്ട വന്നിട്ട് മീറ്റിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്, ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്, വരാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തപ്പോൾ 1 by 1 ആയി, ഓരോന്നോരോന്നായി കാര്യങ്ങൾ മനസ്സിലായി. സിമ്പിൾ ആണ് എല്ലാ കാര്യങ്ങളും. വളരെ ഈ ബിസിനസ്സിൽ പഠിക്കാൻ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. ലളിതമാണ്, സിമ്പിളാണ്. അത് പഠിച്ചു തുടങ്ങി. അപ്പൊ ഒന്ന്, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്തേത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതെന്താണ്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടില് 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേക്കും പന്തളം സിറ്റിയിൽ 6 തിരിഞ്ഞു. നദി പോകുന്ന വഴിയിൽ നിന്നും നദി ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് 2 തിരിഞ്ഞു. ഇത് നേരെ തിരിഞ്ഞു വന്ന് എങ്ങോട്ടാ വരുന്നത് അറിയുമോ? പന്തളം ടൗണിലേക്കാണ്. പന്തളം ടൗണില് ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ച ആൾക്കാരാണ് പലരും. വെള്ളം ഒരാളുടെ ഹൈറ്റിൽ മുകളിലേക്ക് പൊങ്ങി. ഞങ്ങളുടെ നാട്ടിലെ യമഹ ഷോറൂം നടത്തുന്ന ആള്, ആ ചേട്ടൻ, പുള്ളിയുടെ വീട് പന്തളം സിറ്റിക്കകത്താണ്. പുള്ളി രാത്രിയിൽ എന്തോ സംശയത്തിന്റെ പേരിൽ ബെഡിൽ നിന്നും താഴോട്ട് കാല് വെച്ചപ്പോൾ വെള്ളത്തിലാണ്, പിടിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി, പന്തളം ടൗണിലെ കടകൾ 100% മുങ്ങിപ്പോയി, പ്രശ്നമായി. അതിൽ കോടികൾ നഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 2018 ഈ വെള്ളപ്പൊക്കം ഉണ്ടായി മുങ്ങിപ്പോയ കടകൾ നിങ്ങൾ 2025 സെപ്റ്റംബർ മാസം ഇന്ന് 24-ാം തീയതിയാണ്. 25-ാം തീയതിയാണ്. നിങ്ങൾ ഇന്ന് വന്നാൽ അതേ കടകൾ അതിനേക്കാൾ പ്രൗഢഗംഭീരമായി നിൽക്കുന്ന കാണാൻ പറ്റും. എന്റെ കട മുങ്ങിപ്പോയി, നഷ്ടമുണ്ടായി എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ബിസിനസ്സുകാരൻ നിർത്തിപ്പോയിട്ടുണ്ടാവുമോ? ഒരാൾ നിർത്തിയില്ല. അത് ശക്തമാണ്. അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വളരെ ക്ഷമയോടെ, തികഞ്ഞ പോസിറ്റീവ് മനോഭാവത്തോടെ, എല്ലാം ശരിയാവും ചിന്തയോടെ നമ്മൾ കാണണം. നമ്മൾ ബിസിനസ്സുകാരാണ്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് വേഗത്തിൽ നെഗറ്റീവ് ആകുന്നത്? അതിനൊരു കാരണമുണ്ട്. വേഗത്തിൽ പോസിറ്റീവ് ആകാൻ ആവശ്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുവാൻ, ഉത്തരവാദിത്വം ഉണ്ടാക്കുവാൻ ആവശ്യമായ ബാധ്യത നമ്മൾക്ക് ഈ ബിസിനസ്സിൽ ഇല്ല. ഒരിക്കൽ കൂടി പറയാം, ഈ ബിസിനസ്സിൽ നെഗറ്റിവിറ്റി ഉണ്ടായാൽ അത് പോസിറ്റീവായി കാണുവാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ ആവശ്യമായ ബാധ്യത നമുക്കില്ല. എന്ന് വെച്ചാൽ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ മുടക്കി തുടങ്ങിയ കടയല്ല ഇത്. ആണോ? നമ്മൾ ഒരു 50 ലക്ഷം മുടക്കി ഒരു ഷോപ്പ് ഇട്ടാൽ, ആ ഷോപ്പിൽ നിന്നും എന്തെങ്കിലും ഉൽപ്പന്നം ഒരു കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയാൽ, ആ ഉൽപ്പന്നങ്ങൾ കൊള്ളില്ലെങ്കിൽ ആ തിരിച്ചു വന്ന കസ്റ്റമർ, ആ കടക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ, ആ കടയുടെ മുതലാളി പിറ്റേ ദിവസം അതിന്റെ മാനേജ്മെന്റ് ആ ഷോപ്പ് ഷട്ടർ ഇടുവോ? ഇടുവെന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരും വിശ്വസിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും, ആൾക്കാർ അടയ്ക്കില്ല. കാര്യം എന്താണ്? പണം മുടക്കി തുടങ്ങിയ ബിസിനസ്സാണ്. നമ്മളും തുടങ്ങിയത് ഒരു വർഷം 1 കോടി രൂപയ്ക്ക് പുറത്ത് ഒരു ഐഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. പക്ഷെ എന്താ പ്രശ്നം? നമുക്ക് സ്റ്റോക്കില്ല, നമുക്ക് ഷോപ്പില്ല, നമുക്ക് സ്റ്റോക്കില്ല, ടാക്സ് കൊടുക്കണ്ട, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കണ്ട, നമ്മൾ സെയിൽ ടാക്സ് അടയ്ക്കണ്ട, നമ്മൾ GST കൊടുക്കണ്ട. ഈ കട നടത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ഉത്തരവാദിത്വം ആർക്കില്ല? നമുക്കില്ല, അതിന് ബാധ്യതയില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ നെഗറ്റീവ് ആകരുത്, പോസിറ്റീവ് ആയിരിക്കണം.
എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ബിസിനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് പഠിക്കാൻ തയ്യാറാകുക, 2 പോസിറ്റീവ് ആകുക. ലാസ്റ്റ് പോയിന്റ് സെൽഫ് റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ്. ഇതെന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ മാത്രം കണ്ട ആറ്റിറ്റ്യൂഡാണ്. എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി ഞാൻ മാത്രം ഈ ബിസിനസ്സിനകത്ത്. അതെന്താ കാരണം? അതിന് കാരണമുണ്ടേ. 10,000 മാക്സ് ബി ഞാനായാൽ എന്റെ അക്കൗണ്ടിലേക്ക് 1,100 കമ്മീഷൻ വരുന്നു. ഈ കമ്മീഷൻ വരുമ്പോൾ ഈ വരുമാനം വാങ്ങിച്ചു തരുവാൻ എന്നെ സഹായിച്ച അപ്ലൈൻ ലീഡർക്ക് ഞാൻ ഒരു ദം ബിരിയാണി വാങ്ങിച്ചു കൊടുക്കില്ല. ഞാൻ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കില്ല. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഏതെങ്കിലും ലീഡേഴ്സ് തന്റെ അപ്ലൈൻ ലീഡർ ഒരു ഡിന്നർ എനിക്ക് വരുമാനം വാങ്ങിച്ചു തന്ന ആളല്ലേ? വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റാർ ആയാലാണ്, റൂബി ആയാലും ടി സി ആയാലും കൊടുക്കൂ. നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന കാശ് ആരുടെയാണ്? നമ്മുടെയാണ്. അപ്പോൾ ഈ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? നമ്മുടെയാണ്. അപ്പൊ ആ മനോഭാവം, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനോഭാവം ഉണ്ടാവണം, നമുക്കുണ്ടാവണം. ഞാൻ എന്റെ ബിസിനസ്, എന്റെ എനിക്ക് പറയാൻ ആവശ്യമില്ലെങ്കിലും എന്റെ ടീമിന്റെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫോർട്ട്, ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ മോർണിംഗ് മീറ്റിംഗ് പറയുമ്പോൾ ധാരാളം കോൾ വന്നിട്ടുണ്ട്, അതൊന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത വർക്കാണ്. ആർക്ക് വേണ്ടി? നമ്മുടെ കൂടെ തുടങ്ങിയ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി, ടീമിന് വേണ്ടി. ഒന്നെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്, എന്തും ആവാം. ഇതാർക്ക് വേണ്ടിയാണ്? നമ്മുടെ കൂടെ തുടങ്ങിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. അതെന്തിനാണ്? നമ്മുടെ കൂടെ തുടങ്ങിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആരുള്ളൂ? ഞാനുള്ളൂ, എന്റെ ഫാമിലി ഉള്ളൂ. എങ്കിലേ മൈലേജ് എനിക്ക് വരുമാനം തരത്തുള്ളൂ. ശരിയാണോ ഇല്ലയോ? അപ്പൊ ഇത് ബിസിനസ് ബിൽഡപ്പ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? എന്റെയാണ്. ഇത് ബോധ്യപ്പെട്ട ശേഷം ഞാൻ ഇന്നുവരെ എന്റെ ലീഡേഴ്സിനോട് പരാതികൾ, കുറ്റങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങളിൽ, മനോഭാവത്തിലെ ഈ 3 കാര്യങ്ങൾ, പഠിക്കാൻ തയ്യാറായി, പോസിറ്റീവ് ആയിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഞാൻ മാറ്റം ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ ബിസിനസ് എന്നെ വളർത്താൻ പതുക്കെ സഹായിച്ചു തുടങ്ങി. അടുത്ത മാറ്റം ബിലീഫിലാണ്, വിശ്വാസത്തിലാണ്. വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് വിശ്വാസം നമുക്ക് കമ്പനിയിൽ, ഇൻഡസ്ട്രിയിൽ വേണം, കമ്പനി വേണം, നമ്മളിൽ ഉണ്ടാവണം. നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. എനിക്ക് ഈ ബിസിനസ് അവസാനം ചെയ്യാൻ പറ്റും. അങ്ങനെ വിശ്വാസം, സെൽഫ് ബിലീഫ്, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ലാസ്റ്റ് പോയിന്റ് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അർപ്പണ മനോഭാവം അർത്ഥമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിലേക്ക് വരുന്ന ഒരാൾ ഫുൾ ടൈമർ ആയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ചിന്തയിൽ, അയാളുടെ ബ്രെയിനകത്ത് 99% ബിസിനസ് മാത്രമേ കാണാൻ പാടുള്ളൂ. കമ്മിറ്റ്മെന്റിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ചിന്തയിൽ. പല ആൾക്കാരും ഓണമൊക്കെ അടുക്കുമ്പോഴത്തേക്കും ബിസിനസ് വിട്ടുപോകും, ഓണത്തിലേക്ക് മുങ്ങിപ്പോകും, തിരിച്ചു വരില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരാള് ഓണ സമയത്ത് കട അടച്ചിടുമ്പോൾ തുറന്നു പോകും. അയാളുടെ ചിന്ത എന്തായിരിക്കും? ഓണം അടുക്കുമ്പോഴത്തേക്കും അയാളൊരു വലിയ കടക്കാരനാണെങ്കിൽ മിനിമം 1-2 കോടി സ്റ്റോക്ക് ഉണ്ടാവും. ചെറിയ കടക്കാരന് 50 ലക്ഷം ഉണ്ടാവും. ചെറിയവരാണെങ്കിൽ 5 ലക്ഷം ഒക്കെ ഉണ്ടാവും. ഉത്രാടമൊക്കെ ആകുമ്പോഴത്തേക്കും കസ്റ്റമർ ഇങ്ങനെ ഓടിക്കേറുന്നതായിട്ട് അയാൾ കാണുക. വീട്ടിൽ കിടന്ന് അയാളുടെ സ്വപ്നത്തിൽ വിളിച്ചു പറയുന്നുണ്ടാവും, എങ്ങനെ വെളുപ്പിനെ കട തുറക്കണം, വിളക്ക് കത്തിച്ചു വെക്കണം, കസ്റ്റമറെ ആകർഷിക്കണം, എന്തെങ്കിലും ഓഫർ കൊടുക്കണം, എന്തെല്ലാം വെക്കണം, ഇതെല്ലാം ഇങ്ങനെ ചിന്തയായിരിക്കും. അപ്പൊ വൈഫ് പറയാണ്, ചേട്ടാ ഓണത്തിന് നമുക്ക് ഇന്നടത്ത് ടൂർ പോകണ്ടേ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അയാള് വൈഫിനോട് ചൂടാകുമോ, അതോ പൊന്നേ മുത്തേ നമുക്ക് പോയേക്കാന്ന് പറയൂ? നിങ്ങളൊന്ന് പറയൂ. ഒരിക്കലും പറയൂ. ഡയറക്ഷൻ ബിസിനസ്സിൽ ഞാൻ എന്റെ ലീഡേഴ്സിനെ കാണുന്നത്, അതായത് അനൂപ് സാറിനെ, അനിൽ സാറിനെ ഒക്കെ കാണുന്നത് അങ്ങനെയാണ്. അവരുടെ മൈൻഡിൽ 99 അല്ല, 101%, 101% ബിസിനസ്സേ ഉള്ളൂ. ഫാമിലി പോലും ഇല്ല, മക്കൾ പോലും ഇല്ല. സത്യം. അവരെ കണ്ട ഞാൻ പഠിച്ചത്. അപ്പം ഞാനും അങ്ങനെ ആവണ്ടേ? ഞാനും അങ്ങനെ ആവണം. എന്റെ മൈൻഡ് സെറ്റിലും ചിന്തയിലും ഈ ബിസിനസ് മാത്രമേ എപ്പോഴും ഉള്ളൂ.
അർപ്പണ മനോഭാവത്തിൽ ഈ ബിസിനസ് അവസരം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, വടിയെടുക്കുന്നിടത്ത്, അതായത് സമൂഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ പാടില്ല. സമൂഹം പോകുന്ന വേറെ റൂട്ടിലോട്ടാണ്, നമ്മൾ ബിസിനസ്സുകാരനാണ്. വടിയെടുക്കുന്നിടത്തെല്ലാം തുള്ളാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ നാട്ടിൽ പല ഉത്സവങ്ങളും വേദനാജനകമാണ്. നാട്ടിൽ പല പള്ളിപ്പെരുന്നാളും ഉത്സവവും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിൽ ലയിച്ചു പോകരുത്. കേരളത്തിൽ ഇത്രയും നല്ല വീടുകൾ ഉണ്ടാവാൻ കാരണം, നല്ല കാറുകൾ ഉണ്ടാവാൻ കാരണം, ഇവിടെ ഇത്രയും അത്യാവശ്യം സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ കടമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ജീവിച്ചു പോകുന്നത് കാരണം ഇവിടുത്തെ കുടുംബനാഥന്മാർ ഒരു കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് പോയി ഓണം ആഘോഷിക്കാതെ, പപ്പടം കഴിക്കാതെ, ഉപ്പേരി കഴിക്കാതെ, ചിക്കനും മട്ടനും നാട്ടിൽ നിന്നും കഴിക്കാതെ അവിടെ പോയി വേർപ്പൊഴിക്കുണ്ടാക്കിയ പണമാണ്. ശരിയാണോ അല്ലയോ? പ്രവാസികളുടെ ജീവൻ നമുക്കറിയാം. ഇപ്പോഴല്ല, നേരത്തെ നമുക്കറിയാൻ പറയാം. അവരൊന്നും ഓണവും ബക്രീദും ക്രിസ്മസും ഒന്നും ആഘോഷിക്കാതെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സമ്പന്നമായത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളും ഈ ബിസിനസ് അവസരം ചെയ്യുമ്പോൾ അങ്ങൊരു 3-4 വർഷം ഒന്ന് ഇറങ്ങി നിൽക്കണം. ഒരു 3-4 വർഷം മാത്രം. എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു ആർട്ടിസ്റ്റ് ലീഡർ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം, ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ലീഡർ, ആൾ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ആളായിരുന്നു. വിദ്യാഭ്യാസം കുറവാണ്, 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന് മലയാളം എഴുതാൻ വായിക്കാൻ അറിയില്ലായിരുന്നു ഞാൻ പരിചയപ്പെടുന്ന സമയത്ത്. പക്ഷെ ആള് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ നിസറില്ലേ, എന്താ നീർ എന്ന് പറഞ്ഞ ജീവി ഉണ്ടല്ലോ, നീർന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിസർന്ന് എനിക്കറിയാം അവിടുത്തെ പറയുന്നുള്ളത്. അപ്പൊ അതിനെ പോലെ ഉറക്കമൊന്നുമില്ല ആള്. ഭയങ്കര കമ്മിറ്റഡ് ആള്. എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ ആളെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, സാറേ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും ചോദിക്കുന്നത്, എനിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു റാങ്ക് ഒക്കെ നേടി വിജയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഒരു കണ്ടീഷൻ ഉണ്ട്. 3 വർഷക്കാലം നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പാടില്ല. 3 വർഷക്കാലം നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്തും വർക്ക് ചെയ്യാം. ഏകദേശം എനിക്ക് തോന്നുന്ന കോവിഡ് 2021 പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി 2024 അവരുടെ അമ്പലത്തിൽ ഉത്സവം കാണുന്നത് സ്വന്തം കാറിൽ ചാരി നിന്നിട്ടാണ്. ആള് 7 സെന്റ് വസ്തു നാട്ടി വാങ്ങിച്ചു, വാടകയ്ക്ക് താമസിക്കായിരുന്നു. ഒരു 4 വീലർ വാങ്ങിച്ചു, ഒരു വീട് വെച്ചു. ചെറിയ വീട് എന്ന് പറഞ്ഞാൽ ഒരു 1200 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ വീട്, കൂടുതലൊന്നുമില്ല. അനീഷ് ബാബു സാറാണ് അതിന്റെ ആ വീടിന്റെ ഹൗസ് വാമിക്ക് വന്ന് അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആർട്ടിസ്റ്റ് ലീഡറാണ്. പക്ഷെ ഈ 3 വർഷം പുള്ളി കമ്മിറ്റഡ് ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാള് അങ്ങനെ കമ്മിറ്റഡ് ആകാൻ, അർപ്പണ മനോഭാവം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചു പറയാം, ഈ ഇൻഡസ്ട്രി നമുക്കുള്ളതാണ്. തുടങ്ങി ഏകദേശം ഒരു 17 കോടിക്ക് പുറത്ത് ടേൺ ഓവർ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ടച്ചിങ് ITC അടുത്ത് എത്തിയേനെ. കോവിഡ് വന്നപ്പോൾ നമ്മൾക്ക് അടുത്തൊരു ജില്ലയിൽ എത്തിയും അത് പതുക്കെ പ്രശ്നത്തിലായിപ്പോയി. ഓർക്ക് 1 ഓർക്ക് 2 ഒരേപോലെ ഓടിക്കയറിപ്പോയി. അപ്പം വലിയ നേട്ടം ഉണ്ടാക്കാൻ, എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ച ബിസിനസ്സാണ്. കമ്മിറ്റഡ് ആവണം, ഉറച്ചു നിൽക്കണം, നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, നമ്മൾ ബിസിനസ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം, പോസിറ്റീവ് ആയിരിക്കണം, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം, ഉറച്ചു നിൽക്കണം. ഈ ഇൻഡസ്ട്രി നമുക്കുള്ളതാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഒരാള് വിജയിക്കണം എന്നുള്ളത് ലീഡറിന്റെ അദമ്യമായ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ എന്നെ ഒന്ന് പങ്കെടുപ്പിക്കാൻ, എന്നോടൊന്ന് പങ്കെടുക്കും. നമ്മളൊരു പരിചയപ്പെട്ട സമയത്ത് തൊട്ട് എന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടി സജയ് സാറ് ഒരുപാട് എഫോർട്ട് ഇട്ടു. അദ്ദേഹം എന്നെ വിളിച്ചു. പല സമയത്തും എടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സാർ ടൈം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത ടൈമാണിത്. അപ്പം ഈ മീറ്റിംഗ് ഒരു ലീഡറിന്റെ നിറഞ്ഞ ആഗ്രഹത്തിൽ ഓടുന്ന പ്രോഗ്രാമാണിത്. കാരണം അദ്ദേഹം ഈ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കാണുമ്പം എനിക്കറിയാം, നിങ്ങളുടെയൊക്കെ ഒരു 6 മണിക്ക് പങ്കെടുക്കാനുള്ള മനോഭാവം കാണുമ്പോൾ അറിയാം, നമ്മളെല്ലാവരും ഈ ഇൻഡസ്ട്രിക്കകത്ത് വിജയിക്കാൻ പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാ നിൽക്കണം, ടീമിനൊപ്പം നിൽക്കണം. എല്ലാവർക്കും വിജയം ഉണ്ടാക്കാൻ പറ്റും. വിജയം അവരവരുടേത് മാത്രമാണ്. അതിനാവശ്യ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമുക്ക് വലിയ വിജയം ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിത്തീരാൻ സാധിക്കട്ടെ ആശംസ കൊണ്ട് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഈ ടീമിനുള്ള നന്ദി അറിയിക്കുന്നു.